ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തിരുനെൽവേലിക്ക് അടുത്തൊരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനായിട്ട് ഞാനിവിടെ വാഷ്റൂമിൽ പോവാണ്. ഇനിയിപ്പം കുറച്ചൊന്നെ കയറുന്നു, വീണ്ടും യാത്ര തുടരുന്നു. നല്ല ഉറക്കമായിരുന്നു രാവിലെ, നല്ല ക്ഷീണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 3:30 എണീറ്റു. 2 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. 2 മണി ആവാറായപ്പോഴേ ഞാൻ ഉറങ്ങി. പിന്നെ 3:30 ആയപ്പോഴേക്കും എണീറ്റു വന്നു. 1.5 മണിക്കൂർ ഉറക്കമേ എനിക്കുള്ളൂ. നല്ല ഉറക്കമായിരുന്നു. അപ്പം ഇനി വാഷ്റൂമിലൊക്കെ പോയ ശേഷം വീണ്ടും ഉറങ്ങണം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് കാണാം. ഇനി കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങും. അപ്പോൾ പോയില്ല ഫ്രണ്ട്സ്, പെട്രോൾ അടിച്ച് കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ വാഷ്റൂമിൽ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇറങ്ങി ഇതിപ്പോണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. കാറിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ശരി. തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കൽ. മധുരയൊക്കെ കയറി കഴിഞ്ഞാൽ പൊങ്കൽ കഴിക്കണം. സെറ്റാണ്, സൂപ്പറാണ്. പൊങ്കൽ കഴിച്ചിട്ട് കാണാം. കഴിക്കട്ടെ. ഞാൻ പൊങ്കൽ ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ പൊങ്കൽ വാങ്ങിച്ച ശേഷം ഞാൻ നെയ് റോസ്റ്റ് കൂടെ വെച്ചു. പകുതി മമ്മിക്ക് കൊടുത്ത് പകുതി ഞാൻ കഴിക്കും. പക്ഷെ അത് പകുതി പോലും എനിക്ക് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. വേറെ ഫുള്ളായി. ഇത് ജിഗർദണ്ഡ ഫേമസ് ആയ ഒരു കടയാണ്. പക്ഷെ ഇന്ന് ജിഗർദണ്ഡ ചെയ്യുന്ന ആൾ വന്നില്ല. അതുകൊണ്ട് അതെ, മാസ്റ്റർ ജിഗർദണ്ഡ ചെയ്യുന്ന മാസ്റ്റർ വന്നില്ല. 10:30 ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ജിഗർദണ്ഡ ക്യാൻസൽ. ഇല്ല, ഞങ്ങോട്ടൊന്ന് വേറെ കട ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച് കഴിക്കും. അതുകൊണ്ട് ആ വിഷമത്തിൽ എനിക്ക് ഈ മസാല ദോശ നെയ് റോസ്റ്റ് കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ ജിഗർദണ്ഡ പ്രതീക്ഷിച്ചാണ് വന്നത്. മധുരയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഗർദണ്ഡ ഫേമസ്. മധുര വരുന്ന എല്ലാവരും ജിഗർദണ്ഡ കഴിക്കണം. തമിഴ്നാട്ടിൽ വന്നാൽ നമ്മളിനി തമിഴ് സംസാരിക്കും. മാവട്ടത്തിലേക്ക് എല്ലാവർക്കും വണക്കം. ഫ്രം മങ്ങാട്. കമോൺ, ഞാൻ ബില്ല് അങ്ങോട്ട് കൈമാറുകയാണ്. ആയിക്കോട്ടെ, ശരി, നമുക്ക് പോവാം. ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് ആ മൂള നേരെ ബ്രൈറ്റ് എടുത്ത് അത് കൈമാറിയിരിക്കരുത്. തമിഴ് മാറിപ്പോയി. തമിഴ് വരുന്നില്ല, അവർ ടച്ച് കിട്ടുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകണം. ദിണ്ടുകളിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് തമിഴ് ബോർഡറായിപ്പോയി. നമുക്കത് ബോർഡറാണ്. കണ്ണിലരിക്കാൻ ദിണ്ടുകൽ റോഡിലുള്ള അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങളിന്ന് ഫുഡ് കഴിച്ചത്. ഇവിടെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ദൂരോട്ട് യാത്രയൊക്കെ പോകുമ്പോഴേക്കും രാവിലത്തെ ഫുഡ് ഇവിടെ നിന്നായിരിക്കും കഴിക്കാം. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി ജിഗർദണ്ഡയൊക്കെ കിട്ടും. പക്ഷെ ഇന്ന് ജിഗർദണ്ഡ ഉണ്ടാക്കുന്ന ആൾ വന്നില്ല, ലേറ്റ് ആകുമോ അങ്ങനെ. നല്ല വെള്ളരിക്ക പിടിച്ചു, നല്ല ഏരിയൊക്കെ ഇട്ട് നല്ല സെറ്റ് സാധനം. ചൂട് സഹിക്കാൻ വയ്യ. അതാ ഒരു ഗോലി സോഡമാണ്. താറാവ് കുട്ടികളെ എന്താ കൊള്ളല്ലേ. അങ്ങനെ ഞങ്ങൾ നൊങ്ക് കഴിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ. ഇളക്കി കവറിലാക്കി ഇട്ട് തരും. എളുപ്പമുണ്ടല്ലോ. അപ്പം
ഞങ്ങൾ ഇളക്കി മേടിക്കാനായിട്ട് നിൽക്കുക. പുറത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. തണുത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നു, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞാൻ തണുത്ത വെള്ളം മേടിക്കുന്നു, കുടിക്കുന്നു. ഭയങ്കര ചൂട്. കേരളത്തിൽ, തമിഴ്നാട്ടിലാണ്. കേരളത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഇത് അപേക്ഷിച്ച് ചൂടൊന്നുമില്ല, ഒട്ടും ചൂടില്ല കേരളത്തിൽ. ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം വേർക്കും. അത് ഏസിൽ ഇരിക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. നമ്മളിനി നൊങ്ക് മേടിക്കട്ടെ. കണ്ടോ, ഇതേപോലെ ഒരു ഇളക്കി കൊടുക്കും. കവറിലിരിക്കുന്നുണ്ടോ? നൊങ്ക് മേടിച്ചു. 12 പീസുണ്ട്. 12 പീസ് 100 രൂപയാണ്. ഞങ്ങളങ്ങനെ കഴിക്കാനായിട്ട് ഇറങ്ങി. സമയം വന്നിട്ട് 2 മണി ആയി. ഇത് കഴിഞ്ഞു. ഈ സ്ഥലത്ത് പേര് വന്നിട്ട് ഗോപി ചെട്ടിപ്പാളയം എന്നൊരു സ്ഥലമാണ്. കഴിക്കാനിറങ്ങി. ഇവിടെ വന്നപ്പോഴേക്കും ഒരു മലയാളി ഒരു മാമനെ കണ്ടു. അപ്പോൾ ഞാൻ വീട് കാണിച്ചു തരാം. സ്ഥലം ഏതാടി? അവിടെയാണ് സ്ഥലം. ആ സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ വീട് എന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടപ്പോൾ മലയാളിയാണെന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിച്ചു. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇന്ന് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഒരു ബിരിയാണി ഓർഡർ ചെയ്തുള്ളൂ ഫ്രണ്ട്സ്, വിശപ്പില്ല. എന്നാൽ പിന്നെ അവർ നല്ല നോൺ വെജ് മീൽസ്, ഞാൻ എന്നെത്തിയും കൂടി ഒരു ബിരിയാണി അഡ്ജസ്റ്റ് ചെയ്ത് വിചാരിച്ചു. വേണമെങ്കിൽ പിന്നെ മേടിക്കാലോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മലയാളി ചേട്ടൻ ഇതാണ് അമ്മാമൻ. നല്ല അടിപൊളി മട്ടൻ. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഇനി അയ്യോ, ഇനി കുറച്ച് വെള്ളം പോലും കുടിക്കാൻ സ്ഥലമില്ല ഫ്രണ്ട്സ്. അമ്മാതിരി ഫുഡ് അടിച്ച് കയറ്റിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, വണ്ടി കയറട്ടെ. കണ്ടോ കേട്ടോ, അങ്ങനെ കുറേ നേരത്തെ യാത്ര ഫുള്ള് ഈ കാട്ടിൻ്റെ അടുക്കൂടെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എപ്പോഴോ ഒന്ന് ഇച്ചിരി മയങ്ങി. കണ്ണു തുറന്നപ്പോഴേക്കും വൈകുന്നേരം രാത്രിയായിട്ടുണ്ടായിരുന്നു. നല്ല സുഖം ഉറക്കമായിരുന്നു, നല്ല ടയേർഡായിരുന്നു.
രാവിലെ 3:30 എണീറ്റു. ഞാൻ 2 മണിക്കാണ് കിടന്നത്. ഒരു 1.5 മണിക്കൂർ എനിക്ക് തികച്ച് കിട്ടിയിട്ടുള്ളൂ ഉറങ്ങാൻ. അങ്ങനെ മൈസൂരിൽ കാല് വെച്ചു ഫ്രണ്ട്സ്. മൈസൂരിലെത്തി റൂമെടുത്തു. ഇനി ഫുഡ് കഴിക്കണം, ഫ്രഷ് ആവണം, കിടക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മേ ബി ഇപ്പോൾ ഞാൻ എവിടെയാണ് ടൂർ വന്നത് എന്നുള്ളത്. ഇനിയിപ്പം ഈ സ്ഥലം മാത്രമല്ല ഫ്രണ്ട്സ്, ഇനിയും ധാരാളം സ്ഥലങ്ങൾ ഞങ്ങൾ പോവും. നാളെയും മറ്റന്നാൾ സമയമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പോവാം. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവട്ടെ, ഫുഡ് കഴിക്കട്ടെ, ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്ന എൻ്റെ അപ്പനെ കണ്ടോ? എൻ്റെ വീഡിയോ ഇരുന്ന് കാണുവാണ്. ലൈക്ക് കമൻറ്റ്. ഹലോ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഞാൻ തന്നെയാണ്. എല്ലാവരും കിടന്നു. അപ്പോൾ ഞാനിനി കിടക്കട്ടെ. രാവിലെ എണീറ്റ് വീണ്ടും സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകണം. എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നാളെ മേ ബി ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ പറയാം. ഞങ്ങളിപ്പോൾ മൈസൂരിലാണുള്ളത്. നാളെ ഇവിടെ മൈസൂരിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വേറൊരു സ്ഥലം, അതൊക്കെ വഴിയെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.